Accordingly, the Congress President has held extensive discussions with the chairperson of the Congress Parliamentary Party, leader of the opposition in the Lok Sabha, the AICC observers who had met with the newly elected MLAs on May 7th, 2026, and many other leaders from the state, including MPs, former PCC presidents, have also been consulted. Based on all these discussions, it has been decided that Shri V.D. Satheeshan be appointed as the leader of the CLP. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് അവസാനമിട്ട് കോൺഗ്രസ്. തിരഞ്ഞെടുപ്പ് ഫലം വന്ന് 12 ദിവസങ്ങൾക്ക് ശേഷം കേരളത്തിന് പുതിയ പടനായകൻ എത്തുന്നു. കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന്റെ പ്രധാന മുഖവും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ പ്രതിപക്ഷ നേതാവുമായിരുന്ന V.D. സതീശനാണ് 16ാമത് നിയമസഭയിൽ കേരളത്തിന്റെ പുതിയ അമരക്കാരനായി എത്തുന്നത്. ഏപ്രിൽ 9 ഒറ്റഘട്ടമായി 140 മണ്ഡലങ്ങളിലേക്കായി നടന്ന തിരഞ്ഞെടുപ്പിൽ 102 സീറ്റ് നേടിയാണ് ഇത്തവണ കേരളത്തിൽ കോൺഗ്രസ് പുതിയ ഭരണമാറ്റത്തിന് തയ്യാറാകുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണനയിലുണ്ടായിരുന്ന KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരെ പിന്തള്ളിയാണ് VDS മുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്നത്. 1964 മെയ് 31 എറണാകുളം ജില്ലയിലെ നെട്ടൂരിലായിരുന്നു V.D. സതീശന്റെ ജനനം. K. ദാമോദരൻ മേനോന്റെയും V. വിലാസിനി അമ്മയുടെയും മകനായി ജനിച്ച അദ്ദേഹം സ്കൂൾ തലം മുതൽക്കേ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. തേവര SH കോളേജിൽ നിന്ന് ബിരുദം, തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് നിയമ ബിരുദം, മഹാരാജാസ് കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദം, പിന്നീട് എറണാകുളം ലോ കോളേജിൽ നിന്ന് നിയമത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി. KSUവിലൂടെയായിരുന്നു സതീശൻ തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. KSU സംസ്ഥാന പ്രസിഡന്റ്, NSUI ദേശീയ സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. 1996 പറവൂർ മണ്ഡലത്തിൽ നിന്നും തന്റെ ആദ്യ തിരഞ്ഞെടുപ്പിൽ CPIയിലെ P. രാജുവിനോട് പരാജയപ്പെട്ട അദ്ദേഹം 2001 അതേ എതിരാളിയെ തോൽപ്പിച്ചുകൊണ്ടാണ് ആദ്യമായി നിയമസഭയിൽ എത്തിയത്. പിന്നീട് അങ്ങോട്ട് 5 തവണ ഇതേ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടി. 2021 തിരഞ്ഞെടുപ്പിനു ശേഷം കോൺഗ്രസ് നേതൃത്വത്തിലുണ്ടായ വലിയ അഴിച്ചുപണിയുടെ ഭാഗമായാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായ പ്രവർത്തന ശൈലിയായിരുന്നു അദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക് എത്തിച്ചത്. ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും തന്റെ ഭൂരിപക്ഷം ഉയർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതും ശ്രദ്ധേയമാണ്. 2016 2021 20,000-ന് മുകളിൽ ഭൂരിപക്ഷം നേടിക്കൊണ്ട് അദ്ദേഹം മണ്ഡലത്തിലുള്ള തന്റെ സ്വാധീനം ഉറപ്പിച്ചു. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDFന്റെ വലിയ വിജയത്തിന് നേതൃത്വം നൽകിയ അദ്ദേഹം തന്റെ മണ്ഡലത്തിൽ 20,600 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇനിയുള്ള 5 വർഷക്കാലത്തേക്ക് UDF കൊണ്ടുവരുന്ന പുതിയ ഭരണപരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നാണ് ഇനി അറിയേണ്ടത്.